ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നോമ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ ഫ്രീ ആണ് ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഫ്രീ ഫുഡ് മേടിക്കാൻ പോവാണ്. എങ്ങനെയാണെന്ന് കാണാം. ഇവിടെ എല്ലാ പള്ളിയിലും നോമ്പിന് ഫ്രീ ആണ് ഫുഡ്. പക്ഷേ നോമ്പിന് പള്ളിയിൽ ക്യൂ നിന്ന് ഫുഡ് മേടിക്കാമെന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. കാണിച്ചുതരാം. ഇപ്പോൾ നമ്മൾ ഇവിടെ റോഡിലൂടെ നടക്കുകയാണ്. തൊട്ടടുത്തുള്ള പള്ളിയിലാണ് നമ്മൾ ഫുഡ് മേടിക്കാൻ പോകുന്നത്. ഇതാണ് ആ പള്ളി. ഇപ്പോൾ ആൾക്കാരുടെ ക്യൂ ആണ്. നമുക്ക് കണ്ടില്ല, ആൾക്കാരുടെ ക്യൂവും കാര്യങ്ങളൊക്കെ കാണാം. ഇത്ര നേരത്തെ വന്നു വെച്ചാൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഫുഡെല്ലാം കൊടുത്തു തുടങ്ങൽ. അപ്പോൾ തന്നെ ആൾക്കാരെ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. ആളുകൾ കൂടുതലാവുന്ന മുന്നേ നിന്ന് തുടങ്ങാം. അങ്ങനെ ഗെയ്സ്, ഞാൻ ഒരു ക്യൂവിൻ്റെ ഇടയിൽ കയറി പറ്റിയിരിക്കുകയാണ്. ഇതാ ഈ ഒരു ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. ആളുകൾ കൂടുതലായിട്ട് വന്നു തുടങ്ങുന്നു. ഈ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരന് ഇവിടെ ആളുകൾ ഗ്യാപ്പിൽ കയറുന്നുണ്ടോ ഇല്ലയോ എന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളാണ്. കൂടുതലായിട്ട് ആളുകൾ ഇപ്പോൾ വന്നു തുടങ്ങുന്നുള്ളൂ. ഏകദേശം സമയമാവുന്നുള്ളൂ. അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഫുഡ് കൊടുത്തു തുടങ്ങൽ. അപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങുകയാണ്. എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഇത് വരിയൊക്കെ ഏതെങ്കിലും ലൈന് പകുതി എത്തിയിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി കഴിയുമ്പോഴത്തേന് ഫുള്ളായിട്ട് ഏകദേശം ഈ റോഡ് കവിഞ്ഞ് ആളുകൾ വന്ന് നിറയും. ഇപ്പോൾ ഏകദേശം പകുതി എത്തിയിട്ടുള്ളൂ വരി. ആളുകളൊക്കെ എല്ലാവരും നല്ല ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും നല്ല വെയിലുണ്ട് പുറത്ത്. അത്യാവശ്യം നല്ല വെയിൽ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. എന്നാലും അതൊന്നൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാനിവിടെ നിൽക്കുകയാണ്. സെക്യൂരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വാഷ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആരെങ്കിലും ഗ്യാപ്പിൽ കയറുന്നുണ്ടോ എന്ന്. സെക്യൂരിറ്റിയുടെ കുറവ് കാരണം ഈ സെക്യൂരിറ്റി വന്നിട്ട് ആളുകളെ വിളിക്കുകയാണ്. അതായത് ഗ്യാപ്പിൽ ആൾ കയറാതിരിക്കാൻ നമുക്ക് വളണ്ടിയർമാരെ കുറവുണ്ട്. ആർക്കെങ്കിലും വളണ്ടിയറായിട്ട് നിൽക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഒരു ടോക്കൺ തരും. അവർക്ക് എന്തായാലും ചോറ് എന്തായാലും, അതായത് ഫുഡ് എന്തായാലും മിസ്സാവില്ല, കറക്റ്റ് ഫുഡ് കിട്ടും എന്നുള്ള ലെവലിൽ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഈ നിൽക്കുന്ന കറുത്ത ഷർട്ടിട്ട് പുള്ളിക്കാരൻ ഗ്യാപ്പിൽ കയറാൻ വേണ്ടി നിൽക്കാമെന്ന് പുള്ളിക്കാരനെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പതുക്കെ പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരില്ലാന്ന് കണ്ടപ്പോൾ ഈ ഗ്യാപ്പിൽ കയറാൻ നോക്കുകയാണ്. ഈ ബ്ലൂ ടീഷർട്ട് ഇട്ട് അവന് വളണ്ടിയറായിട്ട് പോകാൻ വേണ്ടി ഒരു കൂട്ടുകാരനെ വിളിക്കുകയാണ്. വാടാ, നമുക്ക് എല്ലാവർക്കും വളണ്ടിയറായിട്ട് പോവാം നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവൻ വിളിച്ചിട്ട് ഇവർ കൂട്ടുകാരൊന്നും വരുന്നില്ല. ലാസ്റ്റ് ഇവൻ സിംഗിളായിട്ട് ഈ വളണ്ടിയറായിട്ട് നിൽക്കാൻ വേണ്ടി പോകുമ്പോൾ അവൻ്റെ കൂട്ടുകാരവനെ കളിയാക്കി. സ്റ്റാർട്ടിങ്ങിൽ അവന് അത്ര താല്പര്യമില്ലാന്ന് തോന്നുന്നു. കാരണം അവന് വളണ്ടിയറായിട്ട് വലിയ ഇതൊന്നും കാണിക്കുന്നില്ല. ഉത്തരവാദിത്തം കാണിക്കാതെ ഒരു സൈഡിൽ പോയിട്ട് ഇരുന്ന് അവിടേക്കും ജസ്റ്റ് തല ചൊറിഞ്ഞിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ. പിന്നെ ദേരയിൽ ഈ സമയത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ വരുന്നവർക്ക് ആശ്വാസമാണ്. ഈ വൈകുന്നേരം 4 മണിക്കൊക്കെ വണ്ടികൾ പോകും. അപ്പോൾ നല്ല ഗ്യാപ്പ് കിട്ടും. ഓക്കെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ പുള്ളിക്കാരൻ ആക്റ്റീവായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവരും ക്യൂ ഒക്കെ നിയന്ത്രിക്കുന്നുണ്ട്. ഓക്കെ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ആളുകൾ കൂടുതലായിട്ട് വന്നു തുടങ്ങുന്നു. ഇപ്പം ആളുകളുടെ തിരക്ക് കൂടി വരികയാണ്. കാരണം നേരത്തെ കുറവുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഭക്ഷണം കൊടുക്കാൻ സമയമായതുകൊണ്ട് തന്നെ ആളുകളെ തിരക്ക് കൂടി വരുന്നു. അപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ച് ലൈനിൻ്റെ നീളം നല്ലോണം കൂടിയിട്ടുണ്ട്. എന്താ പറയുക, പള്ളീൻ്റെ ബാക്കിലേക്കായിട്ടുണ്ട്. അപ്പോൾ ആളുകൾ വന്നു കഴിഞ്ഞ് ഓക്കെ. ഈ ഇരിക്കുന്ന പുള്ളിക്കാരന്, അതായത് ഇവന്മാരൊക്കെ കള്ളന്മാരാണ്. അതായത് ഈ അപ്പുറത്ത് ലൈനിൽ നിൽക്കാണ്ട് അപ്പുറത്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ലൈൻ നീങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഗ്യാപ്പിൽ വന്ന് കയറാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഈ ഒരു ഇരുത്തം ഇവിടെ ഇരിക്കുന്നത്. ഫുള്ള് കള്ളന്മാരാണ്, ബംഗാളീസ്. ഇപ്പോൾ ലൈന് പതുക്കെ കുഴപ്പമില്ലാതെ നീങ്ങി വരുന്നു. ഓക്കെ. ലൈനിപ്പോൾ നീങ്ങി തുടങ്ങി. ഏകദേശം ഞാൻ പള്ളിയുടെ അടുത്തെത്താൻ, അതായത് ഫുഡ് കൊടുക്കുന്നതിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. ഇപ്പോൾ ലൈന് നീങ്ങി ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട്. എല്ലാവരും ക്ഷമയോടുകൂടി ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ സൈഡിൽ നിൽക്കുന്നതൊക്കെ വളണ്ടിയേഴ്സാണ്. ആളുകൾ ഗ്യാപ്പിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നിൽക്കുന്നത്. ഓക്കെ. എല്ലാവരും ക്ഷമയോടുകൂടി പതുക്കെ ഫുഡിന് വേണ്ടിയിട്ട് ഇതാക്കാണ്. ഓക്കെ. ഞാൻ ഫുഡിൻ്റെ അടുത്തെത്തി. എനിക്ക് ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവാന്നുള്ളത് അടുത്ത ടാസ്ക്. കാരണം ഭയങ്കര തിരക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഗ്യാപ്പിൽ പള്ളിയാണ്, ഒരു അറബി രാജ്യമാണെന്ന് വിചാരിക്കേണ്ട. നല്ല പോക്കറ്റ് അടി ഇവിടെ ഉണ്ട്. അത് ഇവർ സെക്യൂരിറ്റീസ് മുൻകൂട്ടി നമ്മളോട് പറയും, നമ്മുടെ ഫോണ്, പേഴ്സ് എല്ലാം ശ്രദ്ധിക്കണമെന്ന്.
ഓക്കെ, നമുക്കിപ്പോൾ ഫുഡ് കിട്ടി. ഈ ഒരു ബോക്സിലാണ് ഫുഡ് വരുന്നത്, ഈ ഒരു കണ്ടെയ്നർ ബോക്സിലാണ് ഫുഡ് വരുന്നത്. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമുക്കിപ്പോൾ കാണുന്നത് വെച്ചാൽ ഒരു വാട്ടർ ബോട്ടിൽ, ഒരു ലെബനപ്പ്, ഒരു ഫ്രൂട്ടി ജ്യൂസ്, ഒരു ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഒരു ബിരിയാണി. അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ. ശുഭം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.